ഭാഗമാകാൻ വന്നിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കമ്പനിയുടെ പ്രൊഫൈല്, പ്രോഡക്റ്റ്, ഫീച്ചേഴ്സ്, സേവ് ആപ്പ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ്, അതിലുപരി ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, അതിലുള്ള ഇൻകം സ്ട്രക്ചർ, ഇതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. കമ്പനിയുടെ പേര് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനി. കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1998 പാർട്ട്ണർഷിപ്പ് ഫേമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 2008 ഇൻകോർപ്പറേറ്റഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി. കമ്പനി കൂടുതൽ എക്സ്പീരിയൻസ് നേടിയിട്ടുള്ളത് അക്കൗണ്ടിംഗ് ആൻഡ് ERP സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്സിലാണ്. കസ്റ്റമൈസ്ഡ് ആപ്ലിക്കേഷൻസുകളും MLM സോഫ്റ്റ്വെയറുകളും മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ്സുമാണ് കമ്പനി ചെയ്തു വരുന്നത്. ക്ലയന്റ് ബേസിൽ ഓൾ ഓവർ ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ആൻഡ് ആഫ്രിക്കയിലും എന്നിങ്ങനെ ബിസിനസ് ചെയ്തു വരുന്നു കമ്പനി. കഴിഞ്ഞ 26 വർഷമായി തൃശൂർ ആസ്ഥാനമായി സോഫ്റ്റ്വെയർ മേഖലയിൽ, പ്രത്യേകിച്ചും അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ മേഖലയിൽ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇന്റഗ്ര എന്ന ബ്രാൻഡ് നെയിമിൽ ഇന്ത്യയിലും വിദേശത്തുമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കമ്പനിയാണ് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനി. ഇന്റഗ്ര എന്ന പേരിൽ കസ്റ്റമൈസ്ഡ് ആപ്ലിക്കേഷൻസുകളും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾക്കുമുള്ള സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചു വരുന്നു. ഈ കമ്പനിയുടെ പുതിയ ഒരു ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ് എന്നുള്ളത്. സേവ് ആപ്പ് എന്നത് ഒരു പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ആണ്. ഓരോ വ്യക്തികൾക്കും അവരവരുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യവും അത്യാവശ്യവുമായി വരാറുള്ള 16ഓളം ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ്. സേവ് ആപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് കമ്പനി ഉദ്ദേശിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയെടുക്കാൻ ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഒരു പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ എന്ന നിലയ്ക്ക് നമ്മുടെ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനും സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നു. സേവ് ആപ്പിന്റെ മെയിൻ ഫീച്ചേഴ്സ്, സേവ് ആപ്പിന്റെ ഉള്ളില് 16ഓളം ഫീച്ചേഴ്സുകൾ ഉണ്ട്. അതില് പേഴ്സണൽ അക്കൗണ്ടിങ്, നമുക്ക് എന്തെല്ലാം ചിലവുകൾ ഉണ്ടെന്നും അത് എങ്ങനെയൊക്കെ ചിലവായി എന്നും എത്ര കണ്ട് ചിലവായി എന്നും കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ അക്കൗണ്ടിങ് മൊഡ്യൂളാണ് ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത. നമുക്ക് എന്തെല്ലാം എക്സ്പെൻസുകൾ ഉണ്ടോ അതെല്ലാം സേവ് ആപ്പിൽ എൻട്രി ചെയ്ത് ഓരോ ദിവസവും നമുക്ക് മോണിറ്റർ ചെയ്യാവുന്നതാണ്. സേവ് ആപ്പ് ഒരു ടോട്ടൽ പേഴ്സണൽ അക്കൗണ്ടബിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. ഈ ഒരു പേഴ്സണൽ അക്കൗണ്ടബിലിറ്റി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ചിലവുകൾ നിയന്ത്രിക്കാനും വരുമാനം എത്രയാണെന്നും ചിലവ് എത്രയാണെന്നും മനസ്സിലാക്കാനും അതിലൂടെ ഒരു സേവിങ് മെന്റാലിറ്റി ക്രിയേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അതിനുപകരിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ട്സുകളും അക്കൗണ്ടിംഗ് മാനേജ്മെന്റുമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഏതൊരു സാധാരണക്കാരനും യൂസ് ചെയ്യാവുന്ന രീതിയിൽ വളരെ സിമ്പിളായി സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ സേവ് ആപ്പിൽ ഒരു ബില്ലിംഗ് സിസ്റ്റം ഉണ്ട്. അത് ഒരു പേഴ്സണൽ ഫിനാൻസ് മാനേജ്മെന്റ് ആണ്. അതിനു പുറമെ ഒരു പേഴ്സണൽ ഫിനാൻസ് കൺട്രോളറും ഈ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു കൺട്രോൾ സിസ്റ്റം കൊണ്ടുവരുന്നതിനും ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരുന്നതിനും ഹെൽപ്പ് ചെയ്യുന്ന 2 ഫീച്ചേഴ്സും കൂടി ഇതിൽ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബഡ്ജറ്റ് എന്നുള്ളതും വാലറ്റ് എന്നുള്ളതും. ബഡ്ജറ്റ് എന്നത് ഒരു ബഡ്ജറ്ററി പ്രൊവിഷൻ വെച്ചുകൊണ്ട് എക്സ്പെൻസുകളെ കൺട്രോൾ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. വാലറ്റ് എന്നുള്ളത് നമ്മുടെ എക്സ്പെൻസുകളെ മാനേജ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. ഇതിനോടൊപ്പം തന്നെ ഒരു ബില്ലിംഗ് സിസ്റ്റവും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ സർവീസ് കൊടുക്കുന്ന, എക്സാമ്പിൾ ഒരു ഇലക്ട്രീഷ്യനോ അല്ലെങ്കിൽ പ്ലംബേഴ്സോ ഫോട്ടോഗ്രാഫേഴ്സോ അങ്ങനെ ഏത് തരത്തിലുള്ള സർവീസ് കൊടുക്കുന്നവർക്കും വളരെ സിമ്പിളായി ഉപയോഗിക്കാവുന്ന ഒരു ബില്ലിംഗ് സിസ്റ്റവും ഉണ്ട്. കസ്റ്റമർക്ക് ബിൽ കൊടുത്തുകൊണ്ട് ഒരു നല്ല കസ്റ്റമർ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതിനോടൊപ്പം തന്നെ ഇതിൽ ടാസ്ക് മാനേജ്മെന്റ് ആപ്ലിക്കേഷനും ഉണ്ട്. നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയും പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയും സമയാസമയം
സമയങ്ങളിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയുമുള്ള ഒരു റിമൈൻഡിങ് സിസ്റ്റമാണ് ടാസ്ക് മാനേജ്മെന്റ്. നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഈ ടാസ്ക് മാനേജ്മെന്റ് ത്രൂ മാനേജ് ചെയ്യാം. അതുപോലെ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യാനും സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇതിലുള്ള വേറൊരു ഫീച്ചേഴ്സ് ആണ് മൈ ഡയറി എന്നുള്ളത്. നമുക്ക് ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് മാനുവലായിട്ട് എഴുതാൻ പറ്റുക എന്നുള്ളത്. പല ആളുകൾക്കും അതൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ഡിജിറ്റൽ ഡയറി മെയിൻറ്റെയിൻ ചെയ്യാം. വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ട് ടെക്സ്റ്റ് ആക്കി മാറ്റിക്കൊണ്ട് പല സബ്ജക്റ്റിനെ കുറിച്ചും ഡയറി എഴുതാം. എന്നാൽ എപ്പോൾ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് മൈ ഡയറി എന്നുള്ളത്. ഇതിൽ വേറൊരു ഫീച്ചേഴ്സ് ആണ് അസറ്റ് എന്നുള്ളത്. പേഴ്സണൽ അസറ്റ് മാനേജ്മെന്റ്. നമുക്കുള്ള അസറ്റുകൾ മാനേജ് ചെയ്യാനും അതിന്റെ ഡേറ്റുകൾ നോട്ട് ചെയ്യാനും, ഫോർ എക്സാമ്പിൾ നമുക്ക് ടാക്സ് അടയ്ക്കാനുള്ള ഡേറ്റ് ഉണ്ടെങ്കിൽ അത് റിമൈൻഡ് ചെയ്യേണ്ട മറ്റു ഡേറ്റുകൾ അതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് റിമൈനിങ് സിസ്റ്റത്തിൽ വരികയും നമ്മുടെ അസറ്റുകളെ മോണിറ്റർ ചെയ്യാനും അതേപോലെ വാല്യുവേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് അസറ്റ് എന്നുള്ളത്. അതുപോലെ തന്നെയുള്ള ഒരു ആപ്ലിക്കേഷനാണ് ലയബിലിറ്റി എന്നുള്ളത്. നമുക്ക് ലോൺ ഉണ്ടെങ്കിൽ EMI എത്രയൊക്കെയാണ് വരുന്നതെന്നും എത്ര എമൗണ്ട് അടച്ചിട്ടുണ്ടെന്നും ഇനി എത്ര EMI അടയ്ക്കാനുണ്ട് എന്നുള്ളതെല്ലാം മാനേജ് ചെയ്യാൻ സഹായിക്കുന്നു ലയബിലിറ്റി എന്നുള്ളത്. നമുക്ക് എത്ര അസറ്റ് ഉണ്ടെന്നുള്ളതും ലയബിലിറ്റി എത്രയുണ്ടെന്നും ഓർമ്മിപ്പിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് അസറ്റ് ആൻഡ് ലയബിലിറ്റി എന്നുള്ളത്. ഇതുപോലെ തന്നെയുള്ള ഒരു ആപ്ലിക്കേഷൻസുകളാണ് ഇൻഷുറൻസ്. ഇൻഷുറൻസ് മാനേജ് ചെയ്യാം, അതേപോലെ ഇൻവെസ്റ്റ്മെന്റുകൾ മാനേജ് ചെയ്യാം. ഇപ്പൊ പ്രത്യേകിച്ച് എല്ലാവരും ഒരു ടെക്നോളജി യുഗത്തിലാണ് ജീവിക്കുന്നത്, ഒരു ഡിജിറ്റൽ കാലഘട്ടം. പല വിധത്തിലുള്ള പാസ്വേഡുകൾ നമുക്കുണ്ട്. ആ പാസ്വേഡുകളെല്ലാം മാനേജ് ചെയ്യാം. അതുപോലെ ലിങ്ക് എല്ലാം നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ വളരെ നമുക്ക് അത്യാവശ്യം വരുന്ന ഡോക്യുമെന്റുകൾ മാനേജ് ചെയ്യാനുള്ള ഡോക്യുമെന്റ് മാനേജറും ഇതിൽ ഉണ്ട്. നമുക്ക് ഇനി അടുത്തുള്ളത് അതേപോലെ തന്നെ ഉള്ളതാണ് ഒരു ഡ്രീംസ് എന്താണെന്നുള്ളതും അത് ഐഡന്റിഫൈ ചെയ്യാനും അത് ചേസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് മൈ ഡ്രീം എന്നുള്ളത്. ഇത്തരത്തിൽ ഒരു 14ഓളം ഫീച്ചേഴ്സ് ഉള്ള ടോട്ടൽ അക്കൗണ്ടബിലിറ്റി ഫീച്ചർ സോഫ്റ്റ്വെയർ ആണ് മൈ സേവ് ആപ്പ് എന്നുള്ളത്. ഈ ആപ്ലിക്കേഷനോടൊപ്പം തന്നെ 2 വെബ് കാർഡുകൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെബ് കാർഡ് എന്നാൽ നമുക്ക് മാർക്കറ്റിംഗ് ടൂൾ ആണ്. നമ്മുടെ ബിസിനസ് മാർക്കറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസുകളാണ് വെബ് കാർഡുകൾ. ഒരു വെബ് കാർഡ് സേവ് ആപ്പ് മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. മറ്റൊരു വെബ് കാർഡ്